പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ മീൻകുളത്തിൻ്റെ പണി എന്തായി എന്ന് ചോദിക്കുന്നവരുണ്ട്. മീൻകുളത്തിനെ ഭംഗിയാക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷീറ്റൊക്കെ മാറ്റിയിട്ട് ഇത് മറ്റേ ഗ്രില്ലടിക്കാൻ പോകണം ആകെ. നമ്മുടെ മീൻ ടാങ്കിൻ്റെ അവിടുത്തെ ഫസ്റ്റ് ദിവസത്തെ ഗ്രില്ല് വർക്ക് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ദിവസത്തെ ഗ്രില്ല് വർക്ക് കഴിഞ്ഞപ്പോൾ ഈ സൈഡ് നെറ്റടിച്ചു, പിന്നെ ആ സൈഡ് നെറ്റടിച്ചു. ഇനി ഈ രണ്ട് സൈഡ് അടിക്കണം. പിന്നെ മുകളിൽ ഇത് ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഇതിലത്തെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മോട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ആ മോട്ടർ ഇതിവിടെ ഫിറ്റ് ചെയ്യാൻ ഇതിവിടെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവരുണ്ടാക്കും. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കണത് കറകുറാന്ന് പറഞ്ഞ ലെവലിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ കണക്കാക്കണ്ട. ഇറങ്ങി കയറാൻ ബുദ്ധിമുട്ടാ. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ എടുത്ത് മാറ്റി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെൽഡ് ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ നമ്മുടെ ഈ ഷീറ്റ് കീറും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു കവാടം ഉണ്ടാവും. ഒരു വാതിൽ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരു വാതിലുണ്ടാവും. ഇതെല്ലാം പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഇങ്ങനെ ഇപ്പോൾ കറകുറ പോലെ കിടക്കുന്നുണ്ടാവും. നമ്മുടെ മീൻകുളത്തിന്റെ പണി ഇത് ഇവര് അതിനൊരു മേൽക്കൂര പണിയുന്നേ. അതായത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് തെങ്ങുകളാണ്. ഈ തെങ്ങുമ്പോൾ നാളികേരം, പട്ട, പൊതമ്പ് അതൊക്കെ ഇതിലേക്ക് വീഴുമ്പോൾ എന്ന് പറഞ്ഞാൽ മീൻകുളത്തിലേക്ക് വീഴുമ്പോൾ അത് നാശമാവും. അപ്പോൾ ഇത് വീഴുമ്പോൾ ഒരു തടസ്സം കിട്ടാനായിട്ട് നല്ല സ്ട്രോങ്ങിൽ മേൽക്കൂര അടിക്കണം. മേൽക്കൂര അടിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒരു പ്രത്യേക ഭംഗിയും കിട്ടില്ല നമ്മുടെ മീൻകുളത്തിന്. ഇതേ ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യാനായിട്ടേ അവർ പണിക്കാർ വന്നിട്ടില്ലേ. അതാ ഇളകണ്ട. അപ്പോൾ ഇതൊക്കെ പെയിൻ്റൊക്കെ ചെയ്തു. കണ്ട അത് പെയിൻറ്റ് ചെയ്ത് പച്ച കളറുള്ള പെയിൻറ്റിന് ചെയ്തുകൊണ്ടത്. ഞാൻ നീലടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ജിനൂബ് എന്ന് പറഞ്ഞ ആളിനെ ഇത് പണി ചെയ്യുന്നേട്ടാ. ഇവൻ്റെ പേരല്ല, അവരുടെ പേരൊക്കെ ഓരോരുത്തർ പേരൊന്നും ഞാൻ അറിയില്ല. അവൻ പറഞ്ഞു പച്ചടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പച്ച പെയിൻറ്റ് കേട്ടാ, പച്ച പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്.
മൊത്തത്തില് ആഡംബര മീൻകുളം. ഒന്നിനും പറ്റിയില്ലേ, മീനുകളില്ലെങ്കിലും ഇത് നല്ലൊരു അടിപൊളി താഴത്തി കഴിഞ്ഞാൽ അടിപൊളി സ്വിമ്മിംഗ് പൂളായിട്ട് നമുക്ക് കുളിക്കാം. എപ്പോഴും വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അല്ല ഒന്നല്ലെങ്കിൽ അത് മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും, ഇതിനെ മാറ്റി മറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു പരിപാടി. അല്ല കുളിക്കും ആരെങ്കിലും എത്തി നോക്കി എന്നുള്ള ഒരു പരാതി പറ്റിയില്ല. ഇവന്റെ മുഖം നോക്കിയാണ്ടാ ശരിക്ക് ഗപ്പിയിലത്തെ അവന്റെ പോയില്ലേ, ഗപ്പി വെക്കണ അവന്റെ പേരുന്നാ ചേതൻ. നിനക്ക് അഭിനയിക്കാൻ അറിയോ? ഇല്ലേ, നല്ല മോച്ച നല്ലതുണ്ട് കേട്ടാ. അവനെക്കാളും ഭംഗിയുണ്ട് കാണാൻ. ഇല്ലേ ഇവന് ദുൽഖർന്ന് വിളിക്കുക പിന്നെ നിങ്ങളുടെ അടുത്ത്? അതെ, അടിപൊളി. വേറെ ആളുണ്ട് അവൻ മറിഞ്ഞു വെക്കണ്. ഇപ്പൊ ഈ സൈഡില് ഇവിടെ ഒരു വാതിൽ വയ്ക്കുന്നുണ്ട് കടക്കാനായിട്ട്. കടക്കാനായിട്ട് വാതിൽ സെറ്റ് ചെയ്യുന്നു. അല്ലേ, ഇതാണ് ജീനൂബാണ് നമ്മുടെ ഈ പണികളൊക്കെ നടത്തുന്നത്. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാതിൽ പണി ചെയ്യും. നമ്മളത് ഇങ്ങനത്തെ ഒരു വല വാങ്ങിച്ചിട്ടുണ്ട്. വലയില്ല, ഒരു ഷീറ്റ്. അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആക്കാനാണ്. അത് നമ്മുടെ പിള്ളേരെ മുറിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മുകളിൽ ഇതേ അവരെ കഴിയാറായി പണി. ലാസ്റ്റ് മുകളിലത്തെ നെറ്റടി അല്ല, മുകളിൽ ആ സൈഡിലൊരു കഷ്ണടി വയ്ക്കാണ്ടല്ലേ. അവസാന നിമിഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട മുകളിൽ ഒരു ഓടി കളിക്കുകയാണ്. അതിന് നാളികേരം അതിൻ്റെ മുകളിൽ വീണാലും അതിൻ്റെ ഉള്ളിലേക്ക് നാളികേരം എന്താ പറയുക ഞളങ്ങരുത്. ഏത് നെറ്റ് ഞളങ്ങരുത്, പട്ട വീണാലും. കാരണം തെങ്ങണ്ടാ, രണ്ട് തെങ്ങിൻ്റെ നടുവിലാണ് നമ്മുടെ ഈ സാധനം നിൽക്കുന്നത്. ഏത് നമ്മുടെ മീൻകുളം. നമ്മുടെ ഇതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ പിള്ളേരിൽ ഇറങ്ങാണ്. അപ്പം മുകളിൽ കണ്ട ഈ ഇതാണ്ട് വിരിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലേ, തെങ്ങിൻ്റെ മുകളിലുള്ള മറ്റേ എന്താ പറയുക പൂക്കുലേറെ ഇതുകളൊക്കെ നമ്മുടെ ഈ മീൻകുളത്തേക്ക് വീഴും. അത് കരടുകളും അതൊക്കെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് വിരിച്ച് മുകളിൽ ഭംഗിയായിട്ട് കെട്ടണം കേട്ടാ. അതാണ് ഇവരെ പണി. ലാസ്റ്റ് നല്ല ഭംഗിയില്ലേ, കുട്ടപ്പനയില്ലേ. അപ്പോൾ ഇതിൻ്റെ മൊത്തം ചിലവ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇതിൻ്റെ വലിപ്പം പറയാം. ഇതിൻ്റെ ഈ നെറ്റ് അടിച്ചതിൻ്റെ നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 അടിയാണ് നീളം. വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 അടി. ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തം 400 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ 400 സ്ക്വയർ ഫീറ്റ് ഇത് അടിക്കാനായിട്ട് ചിലവ് വന്നത് 60,000 രൂപ. നല്ല കനമുള്ള സാധനങ്ങളാണ്, ഒക്കെ മെറ്റീരിയലാണ്, ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഈ സാധനത്തിന് മീറ്ററിന് 58 രൂപ. ഏത് ഈ ഷീറ്റിന്. അത് എത്ര മീറ്റർ? 13 മീറ്ററാണ്ട് വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ 13 × 58 5 ഒരു 750 രൂപയോളം. അത്ര തന്നെ എന്ന് വിചാരിച്ചോ. അതിന് മൊത്തം വന്ന ചിലവാണിത് കേട്ടോ. പിന്നെ ഇതിപ്പോൾ എന്തിനാണ് ഇത്രയ്ക്ക് കാശ് ചിലവഴിച്ച് പണ്ടെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. നമുക്കിതിപ്പോൾ ലാഭകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അത്
നീ ഇതിൽ മീൻ വളർത്തി അത് തന്നെ വിറ്റ് കുറേ മീനുകളുണ്ടായി അതിനൊക്കെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 കൊല്ലമൊക്കെ പിടിക്കും. ചിലപ്പോൾ ഇതിൻ്റെ തിരിച്ച് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മളിതിനെ സജീവിൻ്റെ അവിടുത്തെ മീൻകുളം കണ്ടപ്പോൾ നമുക്ക് ഒരു പൂതി വന്നതാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഓമനത്തം തുളുമ്പുന്ന ഒരു മീൻകുളം. അല്ലാണ്ട് മീൻകുളത്തിനെ നമുക്ക് വെറുതെ ഒരു കുളം ആക്കിയിട്ട് അതിൽ ഷീറ്റ് ഇട്ടിട്ട് മുകളിലൊരു വല കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻകുളമായി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മതി. പക്ഷേ ഇങ്ങനെ ആക്കാനായിട്ട് നമുക്ക് നമ്മുടെ സത്യത്തിൽ സജീവനെ അനുകരിച്ചാണ് കേട്ടോ. ഇനി ഇവിടുത്തെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഈ ഷീറ്റുകളൊക്കെ വലിച്ചു വാരി എടുക്കും. എന്നിട്ട് ഈ സൈഡൊക്കെ നല്ല ഭംഗിയിൽ മണ്ണ് വെച്ചിട്ട് അടിയിലത്തെ മണ്ണൊക്കെ കുറേ ഉണ്ട് അതൊക്കെ എടുത്ത് പൊത്തി ഇവിടെ ഭംഗിയാക്കിയിട്ടാണ് നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് വെള്ളം അടിച്ചിട്ട് മീനുകളെ വളർത്തിയിട്ടുണ്ട്. മീനുകൾ നമ്മുടെ തൊഴുത്തിൽ നമ്മൾ കുറേ നാളായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിലോപ്പിയൊക്കെ ഇത്രയ്ക്ക് വലിപ്പമായി. അപ്പോൾ അതിനെ നേരെ ഇതിൽ കൊണ്ടുവന്ന് ഇടുക വേണ്ട. മോട്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോട്ടർ വയ്ക്കാനായിട്ട് ഇതിവിടെ ഒരു സാധനം സെറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതിലെയാണ് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇവിടെ മോട്ടർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൈപ്പ് സെൻറ്ററിലേക്ക് വരില്ല. അപ്പോൾ തടയും. അപ്പോൾ ആ മൂലയിൽ ഇത് മോട്ടറിൽ വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് പിടിപ്പിച്ചിട്ട് കേട്ടാ. ഇവിടെ കഥക്കാനാ നമുക്ക് ഇതിലും ഇരുന്നാലൊന്നും ഒരു ചുക്ക് സംഭവിക്കില്ല കേട്ടാ. ഞാൻ വിചാരിച്ചേ ഇതിനൊരു താങ്ങും ഇതൊന്നുമില്ല എന്ന് പറയാ. ചേട്ടൻ കയറിയെന്നോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മോട്ടറിന് നല്ല കാനുണ്ടേ 10-30 കിലോ തൂക്കണ്ട്. അത് ഇവിടെ വരെ ഇരുന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞ് മീനുകളിൽ നോക്കിയിട്ട് ഇങ്ങനെ ചൂണ്ടിട്ടിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് നല്ല സൗകര്യം. ഇവിടെ നല്ല ഭംഗിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാട്ടാ. അത് എങ്ങനെ വേണേലും ആക്കാം, മാറ്റി മറിക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ട ഇത് 50% വെയിൽ കിട്ടുന്ന നെറ്റാണിത് കേട്ടോ. 50% വെയിൽ കിട്ടുന്ന നെറ്റാണ്. നമുക്ക് ചൂടൊന്നും നമുക്ക് ഏൽക്കില്ല. നല്ല രസമായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മീൻകുളത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ മീൻകുളത്തിൻ്റെ പണി എന്തായെന്ന് അറിയുന്നവർക്കുള്ളൊരു എന്താ പറയുക ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് നമ്മുടെ ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയ്ക്കധികം കാശ് ചിലവാകുന്നുണ്ട്. അതിപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ട് മുണ്ട് പൊട്ടി പിടിച്ചു പോകുന്നൊരു സംശയം. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നിർത്താണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മീൻകുളത്തിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.